സമർപ്പണം എന്ന കഥയുടെ തുടർഭാഗം. അടുത്ത വർഷം ഗൗതമിനെ സ്കൂളിൽ ചേർക്കണം. തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിൽ ചേർക്കാം. അവിടെയാകുമ്പോൾ ഫീസ് കൊടുക്കേണ്ട. ഗായത്രിയെ നഴ്സറിയിൽ വരുത്താം. അങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടി നീലാംബരി മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം വക്കീൽ സാർ ചോദിച്ചു, നീലാംബരിക്ക് ഇനിയും പഠിച്ചുകൂടെ? ഇനിയത് നടക്കില്ല സാർ. ആര് പറഞ്ഞു? ശ്രമിച്ചാൽ നടക്കും. ഇപ്പോൾ തന്നെ മുത്തച്ഛനും ഞാനും കൂടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് ഒരുവിധം കാര്യങ്ങൾ നടന്നു പോകുന്നത്. വക്കീൽ മാധവനുണ്ണി ഉടനെ ചോദിച്ചു, എടുത്തു ചാടിയെടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സാർ? കുട്ടികളുടെ കാര്യം? ഒരിക്കലുമില്ല സാർ. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ സന്തോഷമാണ് തോന്നുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, തൻ്റെ നല്ല മനസ്സിന് ഈശ്വരൻ കൂടെ നിൽക്കും. എന്നെക്കൊണ്ടാവും പോലെ ഞാനും സഹായിക്കാം. തനിക്ക് പഠിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് കോളേജിൽ പോകാനോ അതൊന്നും വേണ്ട. ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് കിട്ടുന്ന പണിക്കൊക്കെ പോയിക്കോ. അതിനുശേഷം വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാം. എന്നും ഇങ്ങനെ ഗുമസ്തപ്പണിയും കഴിഞ്ഞ് ചുമടുമെടുത്ത് ആയകാലം മുഴുവൻ ജീവിച്ചാൽ മതിയോ? അങ്ങനെ വീണ്ടും നീലാംബരി പഠനം തുടങ്ങി. എടുത്ത വിഷയം BA ഇംഗ്ലീഷ്. കുറച്ച് പുസ്തകം വാങ്ങി, ബാക്കി ലൈബ്രറിയിൽ നിന്നും ഇടയ്ക്കെടുത്ത് പഠിക്കും. സത്യം പറഞ്ഞാൽ ഒരു ഓട്ടമത്സരം പോലെയായിരുന്നു ജീവിക്കാൻ വേണ്ടി. ഇതിനിടയിൽ കിട്ടുന്ന പണിക്കൊക്കെ പോകും. കുട്ടികൾ വളർന്നുകൊണ്ടേയിരുന്നു, ക്ലാസ്സുകൾ മാറിക്കൊണ്ടും. ശങ്കരനാരായണൻ്റെ പ്രായത്തിൻ്റെതായ ക്ഷീണവും കൂടി വന്നു. പഴയ പോലെ ജോലിക്ക് പോകുവാൻ ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. നീലാംബരിക്കാകട്ടെ ജീവിതഭാരം കൂടി വന്നു. എങ്കിലും തോറ്റു പിന്മാറാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഒരുവിധം നല്ല മാർക്കോടെ തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി. അവൾ തീരുമാനിച്ചു MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണമെന്ന്. അതിനും കുറച്ച് സഹായം വക്കീൽ ചെയ്തു കൊടുത്തു. അങ്ങനെ വീണ്ടും പഠിക്കാൻ തുടങ്ങി. പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ പല കുട്ടികളും ചോദിക്കും, ചന്തയിൽ ചുമടെടുക്കുന്ന ആളല്ലേ എന്നൊക്കെ. അതൊന്നും നീലാംബരി കാര്യമാക്കാറില്ല. ഇതിനിടയിൽ പല വിവാഹാലോചനകളും നീലാംബരിക്ക് വന്നു. വരുന്നവരോടൊക്കെ പഠിക്കലെത്തുമ്പോഴേ നീലാംബരി പറഞ്ഞു വിടും. അങ്ങനെ ചന്തയിൽ ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ചുമടെടുക്കാൻ ചെന്നപ്പോൾ ചുമട് താങ്ങിത്തരുന്ന ഒരുത്തൻ മനഃപൂർവ്വം കയ്യിൽ കയറി പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവൻ വിടുന്നില്ല. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.